ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഡെല്ലിന്റെ 3521 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പൊ അതിന്റെ കംപ്ലൈൻസ് എന്താ കസ്റ്റമർ പറയുന്നത് ഡെഡ് ആയിട്ടാണ് പറയുന്നത്. നമുക്കിത് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഡി സിക്ക് നമ്മൾ കൊടുക്കുക. ഡി സിന്റെ കണക്ടർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 19 വോൾട്ടേജ് ആണ്, ആംബിയർ എടുക്കുന്നത് 3 ആംബിയർ എടുക്കുന്നത്. നമുക്കിത് ഓൺ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡി സിക്ക് ഞാൻ ഇവിടെ കൊടുക്കുക. ഡി സി കൊടുക്കുന്ന സമയത്ത് 19 വോൾട്ടേജ് എന്നുള്ളത് 5 വോൾട്ടേജാണ് മാറിയിരിക്കുന്നത്. അപ്പൊ 2 ആംബിയറിൽ അപ്പൊ അത് ആംബിയർ എടുക്കുന്നത് 3 ആംബിയർ, എസ്റ്റിമേറ്റ് 3 ആംബിയർ എടുത്തിട്ട് ഇവിടുത്തെ 5 വോൾട്ടേജ് ആയിട്ട് ഡൗൺ ആയിക്കണം ചെയ്യുന്നത്. ആംബിയർ കൂടുതൽ എടുക്കുക ചെയ്യുന്നത്, അപ്പൊ വോൾട്ടേജ് ഡൗൺ ആയി കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ബോർഡിൽ കണ്ട കണ്ടീഷനിൽ ഈ ബോർഡിൽ ഇതിന്റെ ഫസ്റ്റ് മോസ്ഫെറ്റിന്റെ ഔട്ടിൽ അഥവാ SRCന്റെ ഔട്ടിൽ ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റിൽ ഷോർട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാകാം. ഒന്നത് അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഷോർട്ട് ആവാനും സാധ്യത കൂടുതലാണ്. നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കോമ്പണൻസ് നമുക്ക് ഈറ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഇവിടെ ഈ കോമ്പണൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ കോമ്പണൻസ് ഹീറ്റ് ആകുന്നുണ്ട്. ഇത് ഏത് കോമ്പണൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് റിലേയുടെ ഫംഗ്ഷൻ നടക്കുന്ന കോമ്പണൻസ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പൊ നമുക്ക് സ്കീമാറ്റിക്കിൽ പോവാം. ഇവിടെ ബോഡി വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്, സ്കീമാറ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡി വ്യൂവിൽ നോക്കുന്ന സമയത്ത് ബോർഡിനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതിപ്പോ ഇങ്ങനെ ബോർഡ് കിടക്കുന്നത്, ഈ ഒരു രൂപത്തിലാണ് ബോർഡ് കിടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ DC ജാക്ക് എടുക്കുന്നത്, ഇവിടെയാണ് നമ്മളെ ഈ പറയുന്ന മോസ്ഫെറ്റ് എടുക്കുന്നത്. ഈ മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ PQ 102 ആണ്. നേരെ എന്ത് ചെയ്യാ, സെർച്ചിൽ പോവാ. ഈ ഒരു ഭാഗത്താണ് കാണുന്നത്. ഇവിടെ ഇത് ഫസ്റ്റ് മോസ്ഫെറ്റ് ആണ് എടുക്കുന്നത്, ഇത് സെക്കൻഡ് മോസ്ഫെറ്റ് ആണ് എടുക്കുന്നത്, ഇത് റിലേയുടെ മോസ്ഫെറ്റ് ആണ് എടുക്കുന്നത്, റിലേ മോസ്ഫെറ്റ് ഒക്കെ എടുക്കുന്നത്. ഇത് നേരെ SRC 19 വോൾട്ടേജ് ഇവിടെ വന്നു. അതിനുശേഷം നേരെ പോകുന്നത് ഇവിടെ 19 വോൾട്ടേജും ഇവിടെ ബാറ്ററി എത്ര വോൾട്ടേജ് ആണ് ഡിപ്പെൻഡ്, എക്സാമ്പിൾ 12 വോൾട്ടേജ് ഇവിടെ എന്ത്, ഇത് 19 വോൾട്ടേജ് വരും ഈ സൈഡ്, ഇവിടെ 12 വോൾട്ടേജ് വരും. ഇത് നേരെ എന്ത് ചെയ്യും, ബാറ്ററിയിലേക്ക് അതിന്റെ കണക്ഷൻ പോകുന്നത്. ഇവിടെ ബാറ്ററിന്റെ റെഗുലേറ്റിംഗ് അഥവാ ഹൈ സൈഡ് ലോ സൈഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു നമ്മള് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യുന്നത് ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ യൂട്യൂബിന്റെ ഇതിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്, പക്കായിട്ടുള്ള ഡീപ്പായിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. ഇതിന്റെ ക്ലാസ്സിന്റെ മാത്രമുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ഒന്നും കൂടി ഉചിതം. കാരണം ഒന്നും കൂടെ അതിൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പിന്നെ ഞാൻ ഈ പറയുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് ഫാസ്റ്റ് ആയിട്ട് ഐഡിയ കിട്ടും. അതെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ ഒരു കോമ്പണൻസ് ആണ് ഹീറ്റ് ആയത്. ഈ കോമ്പണൻസ് ഹീറ്റ് ആവാനുള്ള റീസൺ എന്താന്നുള്ളതാണ് പിന്നെ നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആക്ച്വലി നമ്മൾ കണ്ട കണ്ടീഷനിൽ ഈ ഒരു സെക്ഷനിലാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോമ്പണൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് വർക്ക് ചെയ്യും. കാരണം ഇതോടെ ഫസ്റ്റ് മോസ്ഫെറ്റ്, സെക്കൻഡ് മോസ്ഫെറ്റ്, SRC ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ്, ഇതാണ് നമ്മളെ റെഗുലേറ്റർക്ക്, ഓൾഡ് റെഗുലേറ്റർക്ക് പോകുന്ന സ്ഥലം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇത് റിലേന്റെ ഫംഗ്ഷൻ ആണ്, ബാറ്ററിക്ക് വന്ന റിലേന്റെ ഫംഗ്ഷൻ നടക്കാൻ ഫാസ്റ്റ് ആയിട്ട് ബാറ്ററി ഫ്ലോ കറണ്ട്, ബാറ്ററിന്റെ ഫ്ലോ കറണ്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് റിലേ. അപ്പൊ അതുകൊണ്ടാണ് ബാറ്ററിന്റെ ഈ ഒരു സെക്ഷൻ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ലാപ്ടോപ്പ് റൺ ആണോ നോക്കുക. റൺ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ഫംഗ്ഷൻസ് ഒക്കെ അപ്പൊ ടൈം ടു ടൈമിൽ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ലാപ്ടോപ്പ് വർക്കിംഗ് അഥവാ ജീവനം കൊടുത്ത് സെറ്റ് ആണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സെക്കൻഡറി ആണ്, പിന്നെ ചാർജിങ് നടക്കല്, അത് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്യാ, ഇത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാ, ഇത് സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ ചെയ്യാ, നമ്മളെ ഫംഗ്ഷൻ നടക്കണ നോക്കാം. അഥവാ DC ക്ക് നമ്മളിപ്പോ കൊടുക്കാൻ പോവാണ്. DC 19 വോൾട്ടേജ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, സെയിം തന്നെ ഞാൻ DC ഇവിടെ കൊടുക്കാൻ പോണ്. DC ക്ക് ഞാൻ ഇവിടെ കൊടുത്തു. അപ്പൊ DC കൊടുത്തപ്പോൾ ഇവിടെ എത്ര വോൾട്ടേജാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 മില്ലി ആംബിയറാണ് എടുത്തിരിക്കുന്നത്. 2 മില്ലി ആംബിയർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. സെയിം കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 19 വോൾട്ടേജ് കറക്റ്റ് ഓക്കെയാണ്, ഇവിടെ കറക്റ്റ് ഓക്കെയാണ്. പക്ഷെ ഈ ഒരു മോസ്ഫെറ്റ്, ഈ ഒരു കോമ്പണൻസ് ഷോർട്ടാണ്. ഷോർട്ട് എന്ന് മാത്രമല്ല, ഷോർട്ടാണ് ഒന്ന്. രണ്ടാമത്തെ ഷോർട്ടായിട്ട് ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാകും എന്നാ മനസ്സിലാകുന്നത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇയാൾ ഓവർ ഹീറ്റ് ആകുന്നത്, ഗ്രൗണ്ട് ഫ്ലോ ഉണ്ട്, അതുകൊണ്ടാണ് ഇയാൾ ഹീറ്റ് ആകുന്നത്.
അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഷോർട്ട് ഉണ്ടാവാൻ നോക്കാം. ഷോർട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് വരാനുള്ളത് ഇത് ഈ IC ഗ്രൗണ്ടിലേക്ക് പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ മോസ്ഫെറ്റ് ഷോർട്ട് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് കോമ്പണൻസ് എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. 2 ടൈപ്പിലാണ് ഇതിന്റെ ഷോർട്ടിങ് വരിക. നമ്മളിപ്പോ ഈ കൊടുത്ത കണ്ടീഷനിൽ നേരെ ബോർഡ് ഷോർട്ടാണ്. അപ്പൊ നമുക്ക് അറിയാം ഇത് ഡിസ്ട്രിബ്യൂട്ടർ പോയിന്റ് അഥവാ SRC പോയിന്റ് ഷോർട്ടാന്നുള്ളത്. നമുക്ക് എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ബോർഡ് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് നിന്നിട്ട് തന്നെ നമുക്ക് DC കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോർഡ് ഷോർട്ട് ആണോ എന്താണോ സ്റ്റാറ്റസ് ആണോ അറിയാൻ നമുക്ക് 2 ടൈപ്പിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ മോസ്ഫെറ്റ് കിടക്കുന്നത് P ചാനലാണ്. ഞാൻ ഈ പറയുന്നത് ഫാസ്റ്റ് ആയിട്ടാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന കാരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ട്യൂട്ടോറിയലിന്റെ വീഡിയോസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ആവാൻ സാധ്യത കൂടുതലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇതിവിടെ P ചാനലാണ്. P ചാനൽ ഇത് ഫോർവേഡിലാണ്. ഇതിന്റെ ഡയോഡിന്റെ ആക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണ് കിടക്കുന്നത് മോസ്ഫെറ്റ്. അപ്പൊ 19 വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫോർവേഡ് ആയതുകൊണ്ട് ഇതിന്റെ ഡയോഡിന്റെ ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 0.7 വോൾട്ടേജ് അല്ലെങ്കിൽ 0.3 വോൾട്ടേജ് മൈനസ് ആക്കിയിട്ട് ഈ 18 സംതിങ് വോൾട്ടേജ് ഇവിടെ ഫോർവേഡ് ആവും. അതേ ടൈമിൽ തന്നെ ഇവിടെ ഇത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇത് റിവേഴ്സിലാണ് എടുക്കുന്നത്. ഈ മോസ്ഫെറ്റ് റിവേഴ്സിലാണ് എടുക്കുന്നത്. സോഴ്സ് ടു ഡ്രെയിൻ ഇത് റിവേഴ്സാണ് എടുക്കുന്നത്. റിവേഴ്സിൽ ഇത് നോർമൽ പ്രിൻസിപ്പിൾ എന്നുണ്ടെങ്കിൽ ഇത് ഒരു കാരണത്താലും ഈ 19 വോൾട്ടേജ് അതല്ലെങ്കിൽ 18 സംതിങ് വോൾട്ടേജ് ഇവിടെ ബ്രേക്ക് നിൽക്കണം. ഇവിടെ ബ്രേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാതിരി ഇവിടെ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ ഗ്രൗണ്ട് ഒക്കെ ഷോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ DC മെഷീനിൽ ഇവിടെ ആംബിയർ ഒന്നും എടുക്കത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 4 ആംബിയർ അല്ലെങ്കിൽ 3 ആംബിയർ 5 ആംബിയർ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈവൻ ഇവിടെ ഷോർട്ട് ആയിട്ടുണ്ടാവും. ഇവിടെ ഓൾറെഡി ഫോർവേഡ് ആണ്. അതിന് കൂടാതെ ഇവിടെയും ഷോർട്ട് ആയിട്ടുണ്ടാവും. ഈ ഷോർട്ട് ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഷോർട്ട് നമുക്ക് DC എഴുതി കാണിക്കുന്നതെന്ന് പറയാം. വന്നത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഷോർട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നേരെ ഫോർവേഡ് ആണ്. ഇവിടെ എവിടെയെങ്കിലും കോമ്പണൻസ് അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഡയോഡ് കാര്യങ്ങൾ ജനറി അവർ റിലേറ്റഡ് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതേമായി തന്നെ ഈ ഒരു ഷോർട്ടേജ് കാണിക്കും. മറിച്ച് ഇവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗസ്റ്റിലെ എക്സ്പീരിയൻസ് പ്രകാരം ഇവിടെ ഷോർട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് വരുന്നത് ഇവിടെ 19 വോൾട്ടേജ് വന്നു. ഈ 19 വോൾട്ടേജ് ഇവിടെ വന്നു. ഇവിടെ റിവേഴ്സിലാണ് എടുക്കുന്ന. കോമൺലി ഇവിടെ ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെങ്കിൽ ഇത് റിവേഴ്സിലാണെങ്കിൽ ഒരു കാരണത്താലും സപ്ലൈ ഇവിടെ 19 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ സ്റ്റോപ്പ് ആക്കണം. ഇങ്ങോട്ട് കടത്തി വിടാൻ പാടില്ല. അപ്പൊ ഇവിടെ ഇത് ഷോർട്ട് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ 19 വോൾട്ടേജ് നേരെ വരും. ഇത് ബാറ്റിന്റെ ടെർമിനലാണ്. ഈ ബാറ്റിന്റെ ടെർമിനലിൽ ഇവിടെ ബാറ്ററി കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അതേമാതിരി ഷോർട്ട് അടിക്കും. ഈ PF കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അതേമാതിരി തന്നെ ഷോർട്ട് അടിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന മാതിരി തന്നെ ഇവിടെ ആംബിയർ കൂടുതൽ എടുക്കും. DC മെഷീനിൽ ആംബിയർ എടുക്കും. അപ്പോൾ നമ്മളിപ്പോ ഈ കണ്ട കണ്ടീഷനിൽ ഏത് കോമ്പണൻസ് ആണ് കംപ്ലൈന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളിപ്പോ ഒരു ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് തന്നത് ഇവിടെ ഈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മോസ്ഫെറ്റ് എന്താകുന്നുണ്ട്? ഹീറ്റ് ആകുന്നുണ്ട്. ഈ ഷോർട്ട് ആയതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇതിൽ കൂടി കറണ്ട് ഫ്ലോ. അപ്പൊ ഇതിന് ചൂട് താങ്ങാൻ കഴിയായിട്ട് ഇത് ഓവർ ഹീറ്റ് ആവുക ചെയ്യുക. അതാണ് ആ ഫയറിങ് കണ്ടത്. ഇവിടുത്തെ ആ സ്മോക്ക് ഒക്കെ കണ്ടത് ഇവിടുന്ന് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലായ കണ്ടീഷനിൽ ഈ ഒരു ഭാഗത്തായിരിക്കാനാണ് ഷോർട്ട് കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കൊണ്ട് ഞാൻ പറഞ്ഞ മായി തന്നെ ഈ വഴിയും വരാം. മേ ബി ഈ ICക്കും ഷോർട്ട് ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുക. ഈ ഭാഗം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോയിലാണ്. കോയിൽ പൊക്കിയിട്ട് മീൻസ് ഇവിടെ 2 സൈഡിലും സോൾഡറിങ് ആണ് കാരണം ഉണ്ടാവുക. അപ്പൊ ഈ കോയിലിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുക? നേരെ പൊക്കി കൊടുക്കുക. അപ്പോൾ ഇത് കട്ടാവും. അതായത് ഈ ഏരിയകളുടെ കണക്ഷൻ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് ബ്രേക്ക് ആയതിന്റെ ശേഷം നമുക്ക് ഏത് ഭാഗത്ത് ഈ ഭാഗത്താണ് ഷോർട്ട് ഈ ഭാഗത്താണ് ഷോർട്ട് എന്ന് അറിയാം. ഈ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ ഇതോ അതല്ല എന്നുണ്ടെങ്കിൽ ICയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്താണ് ഔട്ടിലാണ് ഷോർട്ട് എന്നുണ്ടെങ്കിലോ ഇത് റിലേറ്റഡ് ആയിരിക്കും ഉണ്ടാവുക. ഈ കണ്ട കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കോയിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് കോയിലിന് ഇതാണ് നമ്മളെ ചാർജിങ് നേരെ പോകുന്ന കോയിൽ നേരെ പോകുന്നത്. ഇവിടുന്ന് ഇത് നമുക്ക് ആദ്യം റിമൂവ് ചെയ്ത് നോക്കാം എന്താ സംഭവം നോക്കാം. ഇപ്പൊ ഷോർട്ട് അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബസർ മൂളിലാണ് ഇട്ടിരിക്കുന്നത്. ബസറടിക്കുന്നത് ഇതാണ് ഡിസ് ജാക്കിന്റെ കണക്ടറാണ് കാണുന്നത്. ഷോർട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മായി തന്നെ ഇതിന്റെ PFലാവാനാ സാധ്യത. അഥവാ ഈ ഒരു ഭാഗത്താണ് സാധ്യത. അപ്പൊ ഇത് കോയിൽ ഇപ്പൊ റിമൂവ് ചെയ്തു. അപ്പൊ ഈ ഭാഗത്ത് ഓക്കെയാണ്, റെസിസ്റ്റൻസ് ഓക്കെയാണ്. ഈ ഭാഗത്താണ് കംപ്ലൈന്റ് ആവാൻ സാധ്യത. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഭാഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ
ഇവിടെ കുറച്ച് PF സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സോൾഡറിങ് വെച്ചിട്ട് നമ്മൾ തട്ടിക്കളയാം. അവിടെയാണ് ഈ PF എടുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിലാണ് ഷോർട്ട് ചെയ്തിട്ട് ആണ്ട് റിമൂവ് ചെയ്തിട്ടാണ് വിടാം ഒരുമിച്ചിട്ട്. അപ്പൊ അത് ഈ ഇലക്ട്രോണിക്സ് ടച്ച് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് ഇനി നമ്മളിത് വെച്ച് നോക്കി, നിങ്ങൾ ടെർമിനലിൽ വെച്ച് നോക്കുന്ന സമയത്ത് നോക്കാം. ഇപ്പോ ഇതില് ഷോർട്ട് ഒന്നുമില്ല, റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഡയോഡ് മോഡിൽ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് വാല്യൂ, വൺ സൈഡ് നോ വാല്യൂ ആൾക്കാർ ഉണ്ടാവുക. കണ്ടോ, ഇത് 530 റേഞ്ചിൽ ഇതിന്റെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം ഷോർട്ട് റിമൂവ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ PF റേഞ്ചിലാണ് എടുത്ത് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ചാർജിങ് ഐസിന്റെ ഒരു പേജാണ്. അപ്പൊ ഇതിന്റെ ബേസിക്സ് ഉള്ള ഇലക്ട്രോണിക്സിന്റെ ബേസിന്റെ ക്ലാസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളതിനൊക്കെ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ടോട്ടലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അതല്ലാതെ ഇത് ഡയറക്റ്റ് ഫസ്റ്റ് ഒക്കെ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷോർട്ട് റിമൂവ് ആയിക്കണേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ കോയിൽ ഉണ്ട്, കോയിൽ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ കോയിൽ ഇട്ടിലാച്ചിട്ട് വർക്ക് ചെയ്യാതിരിക്കൊന്നുമില്ല, എന്നിരുന്നാലും കോയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കോയിൽ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈ സൈഡ്, ലോ സൈഡ് മോസ്ഫെറ്റ് ഒക്കെ ഉണ്ട്, അവയൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ആ മോസ്ഫെറ്റ് ഷോർട്ട് ചാൻസ് കൂടുതലാണ്, ഷോർട്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ നമുക്ക് ഈ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇനി DC കൊടുത്തിട്ട് ഇതിന്റെ വർക്കിംഗ് എന്താന്നുള്ളത് നോക്കാം. ഇവിടെ കൊടുത്തു 19 വോൾട്ടേജ് DC ഓക്കെയാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 2 മില്ലി ആംപിയർ. അപ്പോൾ ഈ മില്ലി ആംപിയർ എടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോർഡിൽ ഇപ്പോഴത്തെ ഷോർട്ട് റിമൂവ് ആയിക്കണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനിൽ ബോർഡത്തെ ഷോർട്ട് എങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മോസ്ഫെറ്റ് ഇവിടെ കാണുന്നുണ്ട്, സെക്കൻഡ് മോസ്ഫെറ്റ് ഉണ്ട്, അത് വഴി സ്വിച്ച് ആയിട്ട് നേരെ റിലേ മോസ്ഫെറ്റ് ഉണ്ട്, റിലേ മോസ്ഫെറ്റ് വഴി കയറിയിട്ടാണ് നേരെ എങ്ങോട്ട് പോകുന്നത്, ഈ PF കപ്പാസിറ്റിയിലേക്ക് പോയിട്ടുള്ളത്, അഥവാ ബാറ്ററിന്റെ കണക്ഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇനി നമുക്ക് ഇവിടുത്തെ സപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ റിലേ മോസ്ഫെറ്റ് നമ്മൾ റിമൂവ്ഡ് ആണ്, സപ്ലൈ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കണ്ടീഷനിൽ പോയിന്റ് ഒരു 50 മില്ലി വോൾട്ടേജ് അഥവാ ഒരു സെമി ലെവലിൽ ബൂസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 വോൾട്ട് 5 വോൾട്ട് ഇവിടെ നോക്കാം, 3 വോൾട്ട് 5 വോൾട്ട് സെറ്റാണ്, അതേമാതിരി തന്നെ 3 വോൾട്ട് സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് പവർ ബട്ടൺ ആണ് ഈ കിടക്കുന്നത്, പവർ ബട്ടന്റെ കണക്ടർ ആണ് ഈ കിടക്കുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്കിത് കാണണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ JP BWR എന്നുള്ളത് സ്കിമാറ്റിക്കിൽ അടിച്ചു കഴിഞ്ഞെങ്കിൽ ഇത് എന്ത് ഫംഗ്ഷൻ ആണ് ആ ജമ്പർ ആ ജാക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ JPWR നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ് പിന്നിന്റെ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ആ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് ചെയ്ത് പോവുക, ഇവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും. ഇത്രയും പേജിലേക്ക് പോകുന്നുണ്ട്, 57 പേജാണുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് എന്നുള്ളത് ഇവിടെ പവർ ബട്ടന്റെ അല്ലേ, പവർ ബട്ടൺ മദർ ബോർഡിലെ. അപ്പോൾ ലിഡ് സ്വിച്ച് ഉണ്ട്, അഥവാ ഓൺ ഓഫിന്റെ ബട്ടൺസ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ മൂന്നാമത്തതും നാലാമത്തതും ഗ്രൗണ്ട്. അപ്പൊ മൂന്നാമത്തിൽ സപ്ലൈ ഉണ്ടാവും, ഇവിടെ നാലാമത്തെ ഗ്രൗണ്ട്. അവരെണ്ണം കൂടി നേരെ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സിസ്റ്റം ഓൺ ആവണം. നമുക്ക് ഈ കണ്ടീഷനിൽ ഞാനിപ്പോൾ ഷോർട്ട് ചെയ്യാൻ പോവാണ്. സിസ്റ്റം നമുക്കിവിടെ 600 മില്ലി 400 410 ആ റേഞ്ചിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ സെക്ഷനിൽ കണ്ട കണ്ടീഷനിൽ മദർ ബോർഡിൽ പോയിട്ട് ഇങ്ങനെ മദർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം 400 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. ഈ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് കോറിന്റെ അഥവാ പ്രോസറിന്റെ കോർ വോൾട്ടേജ് വന്നിരിക്കുന്നത് ആ ഒരു റേഞ്ചിലേക്ക് പോയിട്ട് വോൾട്ടേജ് ഒക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് ശീലിക്കണം നമ്മൾ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും സെക്ഷനിൽ ഈ ഒരു പോയിന്റ്സിലേക്ക് വോൾട്ടേജ് ഓക്കെ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് ഇത്രയും വോൾട്ടേജുകളൊക്കെ വരുന്നുണ്ട്. ഇവിടൊക്കെ സ്വിച്ചിങ്, അതൊക്കെ സ്വിച്ചിങ് മോസ്ഫെറ്റ് ആണ്. പിന്നെ ഇത് 3 വോൾട്ട് 5 വോൾട്ടിന്റെ ഇവിടെ 3 വോൾട്ട് 5 വോൾട്ടിന്റെ സ്വിച്ചിങ് മോസ്ഫെറ്റ് ആണ്. ഇവിടെ 3 പോയിന്റ് സ്വിച്ചിങ് ആണ്, ഇവിടെ 3 പോയിന്റ് സ്വിച്ചിങ് ആണ്. ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഓക്കെയാണ്. സിസ്റ്റം ഡിസ്പ്ലേ വരാൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, കീബോർഡ് ഡിസ്പ്ലേ വരാൻ ഇത് ഡെൽ ആയതുകൊണ്ട് ഡിസ്പ്ലേ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ബസർ മോഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ജസ്റ്റ് കണക്ട് ചെയ്യാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പണൻസ് നമുക്ക് എന്ത് ചെയ്യാം, അത് വിഷയമല്ല, കാരണം അത് നമുക്ക് സെക്കൻഡറി ആണ്.
അപ്പൊ നമ്മളെ സെക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ചാർജിങ്ങിന്റെ സെക്ഷനാണ്, നമുക്ക് ആവശ്യമില്ല. സിസ്റ്റം ഒന്ന് ജീവൻ കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി പോയാലും മതി. ഓക്കെ, നമുക്ക് ഇതേമാതിരി ഇൻസുലേറ്റർ ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ബോർഡിന്റെ നേരെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നേരെ LVDSന്റെ കണക്ടർ ഇട്ട് കൊടുത്ത് സിസ്റ്റം എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. സർവീസിന് ടെക്നീഷ്യന്മാർ വേറെ കൊടുത്തൊന്നും ചെയ്തിട്ടില്ല, വേറെ സീനൊന്നുമില്ല, കസ്റ്റമർ വേറെ കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സാധനം ഡിസ്പ്ലേ വരണം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിൽ നമുക്കിപ്പോ മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് നോക്കാം. സിസ്റ്റം റണ്ണിങ് ആണ്. ഇനി ഡിസ്പ്ലേ ഉണ്ടോ ഇല്ല എന്നുള്ള. അപ്പൊ സിസ്റ്റം ഡിസ്പ്ലേ ഓക്കെ ആണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ ഓക്കെ ആണ്. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഈ പറയുന്നത് സ്കീമാറ്റിക് പക്കായിട്ട് തറ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കൽ മസ്റ്റാണ്. എന്നിരുന്നാൽ നമുക്ക് ഇതേമായി തന്നെ ഒരു ഓവർവ്യൂ വെച്ചു. ഈ ചാർജിങ് നടക്കോ ഇല്ല എന്നൊക്കെ സെക്കൻഡറി ആണ്. കാരണം അതിന്റെ PF നമ്മൾ മൊത്തത്തിൽ റിമൂവ് ചെയ്തണം. കാരണം ഇവിടുത്തെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് ഫംഗസ് ആണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ തന്നെ നല്ല പുതിയ കപ്പാസിറ്റർ ഇടാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ റിലേന്റെ ഫംഗ്ഷന് അത് എന്തുകൊണ്ട് റിലേ കംപ്ലൈന്റ് ആയ റിലേ ആണ് ഓൾറെഡി. പിന്നെ അതോടെ ഭാഗമൊക്കെ എടുത്തുകണ ആരോ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ബാറ്ററി പോയിക്കണോ എന്നുള്ള അറിയില്ല. ഏതായാലും നമുക്ക് ഡിസ്പ്ലേ വന്നിക്കണി. ഇനി നമ്മൾ വേറെ സെക്കൻഡറി വർക്കുകൾ ചെയ്യുക. പക്ഷെ കണ്ടീഷനിൽ ഇപ്പൊ കസ്റ്റമറോട് ഡിസ്പ്ലേ വന്നിക്കണി, ബാക്കിയുള്ള കേസുകൾ ഇനി നോക്കാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ ഈ കണ്ടീഷനിൽ നമുക്ക് കഴിയും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മായി തന്നെ ട്യൂട്ടോറിയലിന്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ അത് കണ്ടിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ കുറച്ച് മൊബൈൽ ടെക്നീഷ്യന്മാർക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് ഫാസ്റ്റ് ആയിട്ട് ഒരു ആവറേജ് ഇത് കയറിയിട്ട് റിപ്പയർ ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആ വീഡിയോ കാണലും പിന്നെ അത് റിലേറ്റഡ്. പിന്നെ അതിന് വൈഡായിട്ടുള്ള നോക്കണമെന്നുണ്ടെങ്കിൽ ആ വൈഡായിട്ട് അതിന്റെ രൂപത്തിൽ പോകണം. എന്നിരുന്നാലും നമുക്ക് മൊത്തത്തിലൊരു ഓവർവ്യൂ മൊത്തത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതേമാതിരി ലെങ്ത് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലോട്ട് ടൈമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് ആക്കിയിട്ട് അതിന്റെ ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് കമന്റ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഇതിന്റെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ സ്കീമാറ്റിക് ലെവലിൽ അതിന്റെ സിഗ്നൽ ലെവലിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവരോട് ചെക്ക് ചെയ്യണ പോയിന്റ്സുകൾ പറഞ്ഞ സമയത്ത് അവർക്ക് അറിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും കുടുങ്ങുകയാണ്, അവരും കുടുങ്ങി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പൊ ചിലതിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ടൈം കിട്ടൂല. അപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്നാ പറഞ്ഞത് ഇതിന്റെ ബേസിക്സ് ഫുള്ള് സെറ്റ് ആയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.